എന്താണ് അച്ഛന്റെ അവസ്ഥ? അവസ്ഥ തന്നെ, വയറ് കുറച്ച് കൂടുണ്ടല്ലേ. ഒന്നും കഴിച്ചിട്ടൊന്നല്ലേ. എന്താ പറഞ്ഞേ? ഇതിലും വലിയ കഴിഞ്ഞ് വരാനില്ല. മരുന്ന് കൊടുത്തു. ഭയങ്കര ചുമദാസേട്ടാ. നേരം വെളുക്കുന്ന വരെ ചുമക്കും. നമുക്കും നേരം പോലെ ഒന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഈ ചെക്കന്മാരെ ആലോചിച്ചിട്ടാണ് വലിയൊരു സങ്കടം. കല്യാണം കഴിച്ച് കാണാൻ അപ്പൊ അച്ഛ വയ്യെങ്കി മുണ്ടാതെ അവിടെ കിടന്നൂടെ? അച്ഛ ഇങ്ങനെ കൂടുതൽ സംസാരിക്കണ്ട. അങ്ങനെ കൂടുതൽ സംസാരിച്ചിട്ടാണ് ഇങ്ങനെ ചുമക്കണത്. നേരം വെളുക്കോറെ ചുമക്കൽ തന്നെ പണി. ദാസു, എനിക്ക് പിള്ളേരുടെ കാര്യം ആലോചിച്ചിട്ടാ വലിയൊരു ആദ്യ ചെക്കന്മാരുടെ കാര്യം നോക്കാൻ ഒരാളും ഇല്ല. അല്ല, അപ്പൊ എന്താ ഉദ്ദേശിക്കണേ? ഞാനൊരു പെണ്ണങ്ങട് കെട്ടാനോ എന്ന് ആലോചിക്കണേ. എന്തൊക്കെ വയസ്സാം കാലത്ത് പെണ്ണട്ടെ. ദാസോ, എനിക്ക് ഞാൻ അധികം ആയുസൊന്നുമില്ല. ഒന്നുമില്ല. എന്നാലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോ ഒരു കടം പേറി ഒരു മരണം വേണ്ട. അതുകൊണ്ട് പാലുകാരന് 5000 ഉറുപ്പ്യ കൊടുക്കാണ്ട് ഞാൻ പാലുകാരന് മക്കളോട് കൊടുക്കാൻ പറയണം. ഒരു 10000 ഉറുപ്പ്യ ദൂരന്റെ കടയിൽ കൊടുക്കാണ്ട്. കേട്ടോ അച്ഛ അങ്ങനെ ഓരോ പിച്ചും വഴി ഇതൊക്കെ വെറുതെ ആലോചിച്ചുണ്ടാക്കി പറയണതാ. എവിടെയും കൊടുക്കാനൊന്നും ഇല്ല. ഓർമ്മ ഉണ്ടാവില്ലേ? ഓർമ്മ ശക്തി പോയില്ലാതെ കിടന്നൂടെ ദാസേട്ടാ? ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ ഓരോ അസുഖം വരുത്തി വെക്കും. ബാബു, ഈ കുറച്ച് വെള്ളം കോരി അവിടെ പോയിട്ട് കുറച്ച് ചൂടാക്കി ഒന്ന് കുളിക്കണമെന്നുണ്ട്. കുറച്ച് വെള്ളം കോരിച്ചടാ. പിന്നെ ഒരു 5000 ഉറുപ്പ്യ മമ്മിക്കുട്ടിയുടെ കടയിൽ കൊടുക്കാണ്ട് അതും അവരോട് പറയണം. പിന്നെ നമ്മുടെ അടക്ക കച്ചവടം ചെയ്തതില് ഒരു 18,500 തരാണ്ട്. കുട്ടി എടാ, അച്ഛന് കുറച്ച ബോധം വന്നു കൊണ്ട് വായോ. അച്ഛന് കാശ് കിട്ടാണ്ട് അത്രേ. എവിടുന്ന് ആരോ അടക്കട പൈസ കൊടുക്കാണ്ടത്രേ. ബോധം ശരിക്കും വന്നപ്പോഴും ഇതേവരെ പറഞ്ഞ പിച്ചും മഴ ഇത് സത്യമുള്ള കാര്യമാവും.